അമ്മ കൂടുതൽ പ്രയാസങ്ങൾ വരുമ്പോൾ പറയും എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിക്കുമെന്ന് പറയും. എന്നിട്ട് ആരെക്കുറിച്ച് ധ്യാനിക്കുമെന്ന് പറയും. ചില കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി മാത്രം നമ്മൾ സഹിക്കാൻ വേണ്ടിയുള്ള സംഭവങ്ങളാണ്. ദൈവത്തിന് വേണ്ടി എന്തിനാണെന്ന് അറിയാമോ? ഈ ശിശുവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കണവൻ എന്നെ സ്വീകരിക്കുന്നു. എൻ്റെ ദൈവത്തിലെ ചില സംഭവങ്ങൾ, ചില വിഷയങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. സത്യം പറയുകയാണ്. ഞാൻ 32 കൊല്ലം ഈ ജോലി തുടങ്ങിയിട്ട്, ജനങ്ങളുടെ വേദന കേൾക്കാൻ തുടങ്ങിയിട്ട് 21 ലക്ഷം ആൾക്കാരുടെ വേദന ഞാൻ കേട്ടിട്ടുണ്ട്, നമുക്കറിയാമല്ലോ. അങ്ങനെ പക്ഷേ അങ്ങനെ ഒരു ദൈവാനുഗ്രഹം ആദ്യം മുതൽ കിട്ടിയതാണ്. അച്ഛനായ ഇടക്കാലം കൊണ്ട് തുടങ്ങിയല്ല, അച്ഛനായ കാലം കൊണ്ട് തുടങ്ങിയതാണ്. പക്ഷെ നമുക്കെന്താ സംസാരിക്കണമെന്നറിയാം. എനിക്ക് മനസ്സിലാകണത് ചില കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഇല്ല. എങ്ങനെയാലും ഒരു 10% കാര്യങ്ങൾ തീരുമാനം ഉണ്ടാകത്തില്ല. ഇപ്പോൾ കർത്താവ് ഒരു വ്യാപാരി കർത്താവിൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചില്ലേ, ഞാൻ നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ് നീ എല്ലാത്തിനും ഉപരി ദൈവത്തെ സ്നേഹിക്കണം, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോഴേ അയാളെന്താ പറഞ്ഞത്? ഞാൻ ചെറുപ്പകാലം മുതൽ ഇതെല്ലാം പാലിക്കുന്നുണ്ടെന്ന് പറയും. ഉടനെ കർത്താവ് പറഞ്ഞു നിനക്കൊരു കുറവുണ്ടെന്ന് പറഞ്ഞ്. 10:20 മർക്കോസ് 10:20 നിനക്കൊരു കുറവുണ്ട്. എന്താണ്? നിനക്കുള്ളതെല്ലാം പോയി വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് എൻ്റെ അടുത്ത് വരാൻ. അയാൾ അപ്പം തന്നെ എബൗട്ടൻ അടിച്ചു പോയി, ഒറ്റടി. അയാൾ എബൗട്ടൻ അടിച്ചു പോയി, നടക്കത്തില്ലെന്ന് പറഞ്ഞ്. ആ വചനം പാലിക്കാൻ അങ്ങേർക്ക് പറ്റത്തില്ല. വചനമാണത്, പക്ഷെ അയാൾക്ക് പാലിക്കാൻ പറ്റത്തില്ല. അയാൾ എബൗട്ടൻ അടിച്ചു പോയി. അപ്പോൾ കർത്താവ് പറഞ്ഞു മക്കളെ എന്ന് വിളിച്ച്. അപ്പോസ്തലന്മാരെ കുഞ്ഞുങ്ങളെന്ന് വിളിക്കുന്ന ഒരു ഭാഗമാണത്. മക്കളെ, ധനവാനെ ദൈവരാജ്യത്ത് പ്രവേശിക്കാൻ എന്തോ ഒരു പാടാണ്. അപ്പം ചില കാര്യങ്ങൾ പാടാണെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ചില കാര്യം എന്തൊരു പ്രയാസമാണ്. എന്നിട്ട് പിന്നെയും കർത്താവിന് അത് പറഞ്ഞിട്ട് പിന്നെയും അത് ഒപ്പിച്ച് പറയണം. മക്കളെ, ധനവാൻ ദൈവരാജ്യത്ത് പ്രവേശിക്കണേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കൊണ്ടിട്ട് പറയാം. അപ്പം അപ്പോസ്തലന്മാർ കണ്ണ് തള്ളിപ്പോയി. അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോസ്തലന്മാർ കണ്ണ് തള്ളിയെന്ന്. കണ്ണ് തള്ളിയെന്നില്ല, വിസ്മയിച്ചെന്ന്. എന്നിട്ടൊരു ചോദ്യം ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ആർക്ക് രക്ഷപ്പെടാൻ കഴിയും? അപ്പം കർത്താവ് ഉത്തരം പറഞ്ഞ് 10:30 മനുഷ്യന് ഇത്, മർക്കോസ് 10:30 എന്താ പറഞ്ഞത്? മനുഷ്യന് ഇത് അസാധ്യമാണ്, പക്ഷേ ദൈവത്തിനല്ല. അപ്പോഴും ഇപ്പം ഒരു വചനം നമ്മളോട് പാലിക്കാൻ പറഞ്ഞാലും നമ്മൾക്ക് അസാധ്യമായതുകൊണ്ട് നമ്മളതിൽ പരാജയപ്പെട്ടാലും ആ പരാജയം ദൈവം നമുക്ക് വേണ്ടി നികർത്തും. കൈ അടിച്ച് കർത്താവ്